മോളെ, ഒന്ന് യാത്ര പറയാൻ കൂടി നീ മറന്നൂല്ലേ? ആ പോട്ടമ്മേ. അതെ, കുറെ ദിവസമായി നീ പല പല കാരണങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഒഴിവാക്കി ഒറ്റയ്ക്ക് നടക്കണു. അതെ, നിന്റെ ചുറ്റിക്കളിയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ. മനസ്സിലായല്ലോ. എന്നാലിനി നിങ്ങളൊക്കെ നിങ്ങളുടെ പാട്ടിന് വിട്ടോ. എന്റെ വിഷയത്തിലെങ്ങാൻ തലയിടാൻ വന്നാ വൃന്ദ ആരാണെന്ന് നിങ്ങളൊക്കെ അറിയും. അതെ, ഇതുപോലത്തെ അവസ്ഥയിൽ മുമ്പ് നീ എന്നോട് പറഞ്ഞ കാര്യം തന്നെയാ എനിക്കിപ്പോ നിന്നോട് പറയാനുള്ളത്. നീ ഈ പരിപാടി നിർത്തണം, അല്ലെങ്കിൽ എല്ലാ കാര്യവും ഞാൻ നിന്റെ വീട്ടിൽ അറിയിക്കും. അറിയിക്കോ? ധൈര്യം ഉണ്ടെങ്കിൽ അറിയിക്കടി. എന്താടി, നിനക്കറിയിക്കണോ? നിനക്കറിയിക്കണോടി? എന്റെ വീട്ടിലെന്നല്ല, പുറത്തേതെങ്കിലും ഒരു കുട്ടി വിവരം അറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല, കെട്ടി തൂങ്ങിച്ചാവും. അതിന് കാരണക്കാരൻ നിങ്ങളൊക്കെയാണെന്ന് എഴുതി വെക്കും. ഓർത്തോ? മാറടിയുണ്ട്. ഇനി മുതൽ നിങ്ങൾ ആരും എന്റെ ഫ്രണ്ട്സ് അല്ല. നിങ്ങൾ ആരും എനിക്ക് ഇഷ്ടമല്ല. എടി സിത്താരെ, ഈ ലോകത്തിലെ എന്റെ ഏറ്റവും വലിയ ശത്രു നീയാ. നിന്നെ ഞാൻ വെറുക്കുന്നു, 1000 വട്ടം വെറുക്കുന്നു. എന്താ മോളെ നീ ഓരോ ദിവസം നേരം വൈകിട്ടാണല്ലോ വരുന്നത്? സ്കൂൾ വിട്ടാ നിനക്ക് എന്താ പണി? അതെ, ഞാൻ ചെറിയ കുട്ടിയൊന്നല്ല അല്പം നേരം വൈകുമ്പോഴേക്കും ഇങ്ങനെ ചോദ്യം ചെയ്യാൻ. വൈകിട്ടാണെങ്കിലും ഇവിടെ എത്തുന്നുണ്ടല്ലോ, അത് ഭാഗ്യമായിട്ട് കരുതിയാ മതി. നീ എന്താ മോളെ അമ്മയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അമ്മ, ഞാൻ പരീക്ഷയുടെ ടെൻഷനിലാ. വെറുതെ എന്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യാതിരുന്ന വലിയ ഉപകാരം.